ഞാൻ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടപ്പം ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ ഒരു വിഷ്വൽ കാണിച്ചു തരാൻ പറ്റും എന്നെനിക്ക് തോന്നിയിരുന്നില്ല. ആ വിഷ്വൽ കാണാനായിട്ട് അവസാനം വരെ വീഡിയോ കാണുക. ഞാൻ പോകുന്നത് ഡൽഹിയിൽ നിന്ന് മണാലി വരെ ബസ്സിനാണ്. അപ്പം ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ഹെക്റ്റിക്കായിട്ട് ഡൽഹിയിൽ വന്നൊരു റൂം എടുത്ത് താമസിക്കുകയാണ് ചെയ്തത്. റൂമിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഫുഡ് കഴിച്ചു, പിന്നെ എല്ലാം റീപാക്ക് ചെയ്തു. എൻ്റെ വിൻ്റർ ക്ലോത്ത്സ് എല്ലാം എടുത്ത് പുറത്ത് വെക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും ഒരു യൂബർ വിളിച്ചു. 9:30 എൻ്റെ ബസ്. അത് ISBT കശ്മീരി ഗേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നാണ്. ഞാൻ ഫ്ലിക്സ് ബസ്സാണ് ബുക്ക് ചെയ്തിരുന്നത്. ആ ബസ് ഞാൻ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്, അവരുടെ ആപ്പിൽ നിന്ന് തന്നെയാണ്. 1054 രൂപയാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് മണാലി വരെ സെമി സ്ലീപ്പർ AC ബസ്സിന് ആയത്. ഇപ്പോൾ ACയുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ അതിനകത്ത് ഒരു ബ്ലാങ്കറ്റും സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. ഡൽഹിയിൽ രാത്രി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും 7-8 മണിയാകുമ്പോഴത്തേക്കും നല്ല തിരക്കാണ്. എല്ലാവരും ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നൊരു സമയമാണ്. എന്നെ പുള്ളി ISBTയുടെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ടു. അപ്പോൾ ഞാൻ അണ്ടർപാസ് എടുത്ത് ISBT കശ്മീരി ഗേറ്റിലേക്ക് നടന്നു. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്ന റെക്കോർഡുള്ള ഒരു സ്ഥലമാണ് ISBT കശ്മീരി ഗേറ്റ്. ഇവിടെ നിന്ന് ശരിക്കും എല്ലാ സ്റ്റേറ്റിലേക്കും, ഈ നോർത്തേൺ സൈഡിലുള്ള എല്ലാ സ്റ്റേറ്റിലേക്കും ബസ്സുകളുണ്ട്. അതുകൂടാതെ തന്നെ ഇൻറ്റേർണൽ ഡൽഹി റൂട്ടിലോടുന്ന ബസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടുന്ന് ഈ ഫ്ലിക്സ് ബസ് മാത്രമല്ല, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും അല്ലെങ്കിൽ എല്ലാ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷ്മി ഹോളിഡേയ്സ്, ഇൻഡോ കാനറ, അങ്ങനെ കുറേ കമ്പനീസിൻ്റെ ബസ്സുകൾ, ഈവൻ മണാലി റൂട്ടിലേക്ക് തന്നെ പോകുന്ന കുറേ ബസ്സുകൾ പല സമയത്തായിട്ട് വന്ന് നിൽക്കുന്ന നമുക്ക് കാണാം. ഫ്ലിക്സ് ബസ്സിൻ്റെയും പല സമയത്തുള്ള ബസ്സുകൾ ഇവിടെ വരുന്ന കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പം നവംബർ ഡിസംബർ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യയിൽ കല്യാണ സീസണാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ്, ന്യൂ കപ്പിൾസ് ഇവരെല്ലാവരും ട്രാവലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നൊരു ടൈമാണത്. പീക്ക് സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്ലിക്സ് ബസ് വന്നതിന് ശേഷമാണ്, ശരിക്കും ഇതൊരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. ഇവരിവിടെ വന്ന് ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സിൻ്റെ ബസ്സുകൾ ഏറ്റെടുത്ത് അവർ മോഡിഫൈ ചെയ്ത് മികച്ച സർവീസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള ടിക്കറ്റ് റേറ്റ്സ് കൊണ്ട് ടിക്കറ്റിൻ്റെ നിരക്ക് വല്ലാതെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെയുള്ള കുറേ പേരുണ്ടായിരുന്നു. ഞാൻ താഴെ വണ്ടിയുടെ അകത്താണ് നമ്മുടെ ലഗേജ് വയ്ക്കുന്നത്. അപ്പം എൻ്റെ വലിയ ലഗേജ് ഞാൻ അവിടെ വെച്ചിട്ട് സ്മോൾ ലഗേജ് കയ്യിൽ വെച്ചു. കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ നമുക്കൊരു വെള്ളവും ഒക്കെ തരും. പോകുന്ന വഴിയിൽ ഇവർ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തും. കറക്റ്റ് 9:20 കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് മൂവ് ചെയ്ത് തുടങ്ങി. ആൾക്കാർ അത്യാവശ്യം ഫില്ലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ നല്ല സർവീസാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പിന്നെയും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളഥവാ നാളെ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് ബസ്സിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഫ്ലിക്സ് ബസ്സിൻ്റെ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പണ്ട് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും 2000-2500 രൂപ വരെയൊക്കെ ടിക്കറ്റ് സീസൺ ടൈമിലുണ്ടായിരുന്നു ടിക്കറ്റ് റേറ്റ്. അതൊരു 2-3 വർഷം മുമ്പാണെന്ന് ഓർക്കണം. ഇപ്പോൾ അവരത് 1054 എനിക്ക് അതിനേക്കാളും നല്ലൊരു ബസ്സിൽ മണാലി വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഓപ്ഷനാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കും നിറച്ചും ഫ്ലിക്സ് ബസ്സുകളും ലക്ഷ്മി ബസ്, അങ്ങനെ കുറേ ബസ്സുകൾ, HRTCയുടെ ബസ്, അങ്ങനെ കുറേ ബസ്സുകൾ നമുക്ക് റോഡിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ദിവ്യജൽ എന്ന് പറയുന്ന ഒരു 500 മില്ലിയുടെ കുപ്പി കൊണ്ട് തന്നു. അത് പോരാ, ശരിക്കും നമുക്ക് ഇത് കണ്ടു, ഇത് ബാംഗ്ലൂരല്ല, ഇത് ഡൽഹിയിലേക്ക് കയറുന്നത് ക്രോസ് ബോർഡർ സ്ഥലത്തുള്ള ഒരു ബ്ലോക്കാണ്. 9:30-10 മണിയാണെന്ന് ഓർക്കണം. ഈ സമയത്ത് ഇവിടെ നല്ല ബ്ലോക്കാണെങ്കിൽ പീക്ക് ടൈമിൽ ഇവിടെ എന്തായിരിക്കും ബ്ലോക്ക് എന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ. ബസ് 80 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം എന്നാണ് നമുക്ക് ആപ്പിൽ കാണിക്കുന്നത്. അത് ഗവൺമെൻറ് റെഗുലേഷൻ അങ്ങനെയാണ് എന്നാണ് അവർ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ഞാൻ മണാലിയിലേക്ക് ഇത് 4ാമത്തെ വട്ടമാണ് പോകുന്നത്. പോകുന്ന വഴി ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് നിർത്തി. 70 മൈൽ എന്നാണ് ആ റെസ്റ്റോറൻറ്റ് പേര്. അവിടെ തന്നെ ബരിസ്റ്റയുണ്ട്, ദോശക്കടയുണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട്. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കാം. ഞാൻ ഈ 70 മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഢാബയിലാണ് കയറിയത്. എനിക്ക് വിശക്കുന്നുണ്ടായില്ല, കാരണം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവരുടെ ചായ, ഞാൻ പൊതുവേ ചായ കുടിക്കാത്ത ഒരാളാണ്, ഇവരുടെ ചായയും 2 വലിയ പഞ്ചാബി സമോസയും മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ബസ്സിൻ്റെ യാത്ര തുടർന്നു.
ആ ബസ്സിലിരുന്ന് ഇങ്ങനെ പോകാനായിട്ട് നല്ല ഫീലാണ്. കാരണം അടുത്ത ദിവസം നമ്മൾ എത്തിച്ചെല്ലുന്ന സ്ഥലത്തിനെ പറ്റിയുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ 2016 ശേഷം ഇവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. റോഡ്സ് വളരെ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടു, ഇതൊരു ട്രെയിനിൻ്റെ എൻജിൻ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. ഇത് ഫ്ലെക്സ് ബസ് പോലെ തന്നെ ഉള്ളൊരു ബസ്സാണ്, ലക്ഷ്മി ഹോളിഡേയ്സ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇവരുടെ ബസ്സിലായിരുന്നു പോയത്. ഇവരുടെ ബസ്സിന് പോയിട്ട് പാതിരാത്രിയിൽ ഞങ്ങളുടെ ബസ് കേടായി ഞങ്ങളൊരു 6 മണിക്കൂർ റോട്ടിൽ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സായ ആദി, അബി, മുനീറിൻ്റെ കൂടെ ഞാൻ 2022 ട്രാവൽ ചെയ്തപ്പോഴായിരുന്നു ആ അവസ്ഥ. നേരം പരപരാന്ന് വെളുത്തു തുടങ്ങി. നിങ്ങൾക്കറിയാം, ഹിൽ ടോപ്സിൽ നേരം പെട്ടെന്ന് വെളുക്കും, പെട്ടെന്ന് പ്രകാശം പരക്കും. ഈ ഒഴുകുന്നത് ബിയാസ് നദിയാണ്. ഈ നദി നമ്മൾ പോകുന്തോറും കുറേ സ്ഥലത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ബസ്സിലിരുന്നുള്ള ഉറക്കം അത്രയ്ക്ക് അങ്ങോട്ട് സുഖമാവുന്നില്ല. കാരണം നല്ല സ്പീഡിലാണ് ഇടയ്ക്ക് ബസ് പോകുന്നത്. അതിൻ്റെ ഒരു ഷിവറിങ് ബസ്സിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇടയ്ക്ക് ചില സ്ഥലത്ത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്നും ലേ വരെ ഇവർ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു റോഡ് പണിയുന്നുണ്ട്. ആ റോഡിന് അതിൻ്റേതായ ബെനഫിറ്റും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആ പണികൾ ഇവിടെ നടക്കുന്നതുകൊണ്ടുണ്ടാകുന്ന എൻവയൺമെൻറ്റൽ ഇഷ്യൂസും ഇവിടെ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ശരിക്കും അങ്ങനെ ഒരു വർക്കിന് ശേഷമാണ് എല്ലാ വർഷവും പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് പ്രകൃതി സംരക്ഷകർ പറയുന്നത്. ഇത് ലേ എയർപോർട്ടാണ്, എനിക്ക് ഒത്തിരി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറേ ദൂരം നമുക്ക് ബിയാസ് നദിയുടെ കരയിൽ കൂടി തന്നെയാണ്. നല്ല നീല കളർ വെള്ളമാണ്, നീലയും പച്ചയും കളർന്ന ഒരു വെള്ളം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ പടമൊക്കെ വരയ്ക്കുമ്പോൾ കാണുന്ന ടൈപ്പ് പ്രകൃതിയാണ് ഇവിടെ. ദേവഭൂമി എന്നാണ് ഹിമാചൽ പ്രദേശ് ശരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ നിറച്ചും പൈൻ മരങ്ങളും അതേപോലെ ഒരു ജനുവരി ഫെബ്രുവരി സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം മഞ്ഞ് മൂടും. ബസ് കൊണ്ടുവന്ന് നിർത്തി. ഇനിയാണ് ആ സർപ്രൈസ്. അടുത്ത വിഷ്വൽ കണ്ടുപോകൂ. ഇത് എന്നോടൊപ്പം ബസ്സിലുണ്ടായിരുന്ന ഒരു വ്ളോഗർ അവിടെ നിന്നിട്ട് ഡ്രോൺ പറത്തുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഉത്സാഹമായി. കാരണം എൻ്റെ കയ്യിലൊരു ഡ്രോൺ ഇല്ല. അങ്ങനെ ഞാൻ പുള്ളീനെ ചുറ്റിപ്പറ്റി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് പുള്ളീനെ പരിചയപ്പെട്ടു. പുള്ളിയുടെ പേര് സാഹിൽ എന്നായിരുന്നു, സാഹിൽ അവസ്ഥി. പുള്ളിയും ഡൽഹിയിൽ നിന്ന് ഒറ്റയ്ക്ക് മണാലി കറങ്ങാൻ വന്നേക്കുവാണ്. അപ്പം പുള്ളിയുടെ ഈ ഒരു വിഷ്വൽ ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചു. പുള്ളി ഡ്രോൺ താഴെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു വിഷ്വൽ ചിലപ്പോൾ ഞാനായിട്ട് വന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഈ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ നശിച്ചു പോയ മണാലിയുടെ ഭാഗമാണ്. ശരിക്കും ഈ റോഡും ഈ ബസ് സ്റ്റാൻഡും എല്ലാം കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ നിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഒരു വിഷ്വലും കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ ചേർക്കാം. ഇത് മണാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് ഞാൻ നടന്ന് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡൽഹിയിലെ അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ശിവം എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് 2 ദിവസത്തേക്കുള്ള മണാലി സ്റ്റേ ബുക്ക് ചെയ്ത് തന്നിരുന്നത്. അത് ശരിക്കും ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതുമൊക്കെ ഞാൻ അവരുടെ ലാംഗ്വേജിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നടന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് റോക്ക് മണാലി ബൈ വിവാൻ എന്ന് പറയുന്ന ഒരു ലക്ഷറി ഹോട്ടലിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മെൻ്റലി ഭയങ്കര സന്തോഷമാണ്. രാവിലെ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 8-8:30 ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞത് പ്രകാരം അവർ ഹോട്ടലുകാർ എനിക്ക് ഏർലി ചെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നു. വളരെ നല്ലൊരു കോമ്പൗണ്ടും പ്രീമിയം ഫീലും തരുന്ന ഒരു റിസോർട്ടാണ് ശരിക്കും ഈ റോക്ക് മണാലി ബൈ വിവാൻ എന്ന് പറയുന്നത്. വിവാൻ എന്ന് പറയുന്ന എൻ്റർപ്രനേഴ്സിൻ്റെ പല സ്ഥലത്തും ഉള്ള റിസോർട്ടിനൊപ്പം തന്നെ അവർ മണാലിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നൊരു സ്ഥലമാണ്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത് ഭയങ്കര ലക്ഷറിയാണ്. അത് ഇത്രയും ലക്ഷറി ശരിക്കും ഞാൻ വന്നപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെനിക്ക് ബുക്കിംഗ് വൗച്ചർ വെച്ചപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റൂമിലേക്ക് ചെക്ക് ഇന്നായിട്ട് പോവുകയാണ്. ഒരു ദിവസം 3000-നും 3500-നും ഇടയിലാണ് ഞാൻ താമസിക്കുന്ന മുറിയുടെ ഇപ്പോഴത്തെ ഫീ എന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടെ അതിനേക്കാളും പ്രീമിയം ആയിട്ടുള്ള മുറികളുണ്ട്, അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ലൊക്കേഷനിൽ പ്രീമിയം ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഈ റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതായിരുന്നു എൻ്റെ മുറി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂംസ് ആയിരുന്നു. ചൂടുവെള്ളം വരുന്നുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. അത് ശരിക്കും നമുക്കിവിടെ ഭയങ്കര ഉപകാരമാണ്. കാരണം നല്ല തണുപ്പാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും -5 വരെ ഇടയ്ക്ക് കണ്ടിരുന്നു.
ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ വിഷ്വൽ. ആ പുള്ളി ഷൂട്ട് ചെയ്ത മണാലി മാൾ സ്ട്രീറ്റ് റോഡിൻ്റെ വിഷ്വലാണ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ കസോളിലേക്ക് പോകുന്ന വീഡിയോ കാണിക്കാം. നിങ്ങളെല്ലാവരും ദയവായി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഹാവ് യു ബീൻ ഹിയർ.